ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേക്ക് ബോർഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വോൾ ഡെക്കറായിട്ടാണ്. വേസ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു കിടുക്കാച്ച് വോൾ ഡെക്കറാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ വീഡിയോയിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു ബെല്ലൈക്കൺ കാണും, അതിൽ ഓൾ എന്ന് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഇനി ഫ്യൂച്ചറിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പം വീഡിയോ മിസ് ചെയ്യാണ്ട് കാണാനും പറ്റും. ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ടൊക്കെ പോയാലോ. അപ്പോൾ ഞാൻ നമ്മുടെ വോൾ ഡെക്കർ ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് നമ്മൾ കേക്ക് ബോർഡ് നല്ലപോലെ ക്ലീൻ ആക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഞാൻ എക്സ്ട്രാ വേറെ പെയിൻറ്റിങ്ങും കാര്യങ്ങളും ഒന്നും കൊടുക്കുന്നില്ല. ഇത് ഓൾറെഡി കാണാൻ നല്ല ഭംഗിയുണ്ട്, ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ട് നല്ല രസമില്ലേ. അപ്പം ഞാൻ ഇതിങ്ങനെ തന്നെ ഒന്ന് സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. ഇപ്പം തൽക്കാലത്തേക്ക് നമുക്കിത് മാറ്റി വെക്കാം. ഇനി അത് ഡെക്കറേറ്റ് ചെയ്യാനുള്ള കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പഴയ നോട്ട്ബുക്കിൻ്റെ ചട്ടയാണ് എടുത്തിട്ടുള്ളത്, കവർ പേജില്ലേ അതാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഒരു സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും ഒരു പൂവിൻ്റെ ഒരു ഇതളിൻ്റെ ഒരു മോഡലല്ലേ ഉള്ളത്. ഇനിയിപ്പോൾ നമ്മൾ വരച്ച അതേ മോഡലിൽ തന്നെ നമുക്കൊരു കത്രിക യൂസ് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേ സെയിം അളവിൽ നമുക്ക് കുറച്ചധികം പീസ് തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് കുറച്ചധികം പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക്. അങ്ങനെ ഞാനിതാ കുറേ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം നമുക്ക് നേരത്തെ ചെയ്തപ്പോൾ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ വരച്ച പീസെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി നമുക്ക് ഇതിനെ കൊണ്ടൊരു ഫ്ലവർ ആക്കി എടുക്കുക എന്നുള്ളതാണ്. ഇതിപ്പം ജസ്റ്റ് പെറ്റൽസ് മാത്രമേ ആയിട്ടുള്ളൂ. ഇനി ഇതിനെ ഫ്ലവർ ആക്കി എടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ആ ഒരു പെറ്റൽസിനെ ഒന്ന് ഷേപ്പ് മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ എല്ലാ പെറ്റൽസിൻ്റെയും സെൻറ്ററിലായിട്ട് ഒരു ചെറുതായിട്ടൊരു കട്ടിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ കട്ട് ചെയ്ത പീസിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇപ്പോൾ 2 പാർട്ടാക്കിയിട്ടാണല്ലോ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരു ചെറുതായിട്ട് വരിക. അപ്പോൾ അതിൽ നിന്ന് ഒരു ഭാഗത്ത് ഞാനിതുപോലെ ഫെവിക്കോൾ ആക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഒരു ഭാഗം എടുത്തിട്ട് നമ്മൾ ഫെവിക്കോൾ ആക്കിയതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. കാണുന്നില്ലേ, വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെരിച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്ത് ഒരു ഭാഗത്തിൻ്റെ മുകളിൽ മറ്റേ ഭാഗം വരുന്ന രീതിക്ക്. അപ്പം നമ്മൾ ആ ഒരു പെറ്റൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് എന്താ പറയുക, ഒന്ന് വിടർന്ന് നിൽക്കുന്ന പോലെ ഒരു ഫീൽ ഉണ്ടാവും. ഇതുപോലെ ബാക്കി എല്ലാ പീസും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ഫെവിക്കോളാണല്ലോ ഒട്ടിക്കാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒട്ടിക്കിട്ടാൻ കുറച്ച് സമയം എടുക്കും. നമ്മളിതൊന്ന് പ്രസ് ചെയ്ത് പിടിക്കണം. അധിക ടൈമൊന്നും വേണ്ട കേട്ടോ, കുറച്ച് ടൈമൊന്നും ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചാൽ അത് പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടിക്കോളൂ. അങ്ങനെ ഞാൻ എല്ലാ പീസും ഇതുപോലെ മടക്കി ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഈ ഒരു പെറ്റൽസ് എല്ലാം ഒന്ന് റെഡിയാക്കി ഒന്ന് സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബേസ് വേണം. അതിന് വേണ്ടിയിട്ടും നമ്മൾ ആ ഒരു നോട്ട്ബുക്കിൽ നിന്ന് ഒരു റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു പെയിൻറ്റ് ബോട്ടിലിന് ആ ഒരു കണക്കാക്കിയിട്ട് വരഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതേ ഷേപ്പിൽ തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു റൗണ്ട് ഷേപ്പും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോന്നായിട്ടും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ പെറ്റൽസും ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ടും ഞാൻ നമ്മുടെ ഫെവിക്കോൾ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് നമുക്ക് ആ ഫെവിക്കോൾ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം ഓരോ പെറ്റൽസും ഇതുപോലെ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഫ്ലവർ ആക്കാൻ വേണ്ടിയിട്ട് ഈ നോട്ട്ബുക്കിൻ്റെ ആ ഒരു ചട്ട എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് പ്രിൻറ്റിങ് ഇല്ലാത്ത ഒരു ചട്ട നോക്കി എടുക്കുക. പിന്നെ ഇതുപോലെ കുത്തി വരഞ്ഞതൊന്നും എടുക്കാണ്ട് എടുക്കുക. ഞാനിപ്പം കുത്തി വരഞ്ഞതാണ്. എല്ലാം ഫ്ലവർ ആക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത കേട്ടോ. അപ്പോൾ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ട് പണി കിട്ടും. അതുകൊണ്ട് ഒരുപാട് അങ്ങ് വൃത്തികേടായിട്ടുള്ള ഇതുപോലെ നോട്ട്ബുക്കിൻ്റെ ഒരു ചട്ട എടുക്കണ്ട കേട്ടോ. പിന്നെ പ്രിൻറ്റിങ് ഉള്ളതും എടുക്കാതെ പ്ലെയിൻ ആയിട്ട് വരുന്ന തന്നെ ചട്ട ഉണ്ടാവും. അങ്ങനത്തെ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ നല്ലത്. പെയിൻറ്റ് ചെയ്യാൻ നമുക്ക് ഈസി ആയിരിക്കും. അത് പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാ പെറ്റൽസും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഫ്ലവറിൽ 6 പെറ്റൽസ് വരുന്ന രീതിക്കാട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാനൊരു കുഞ്ഞ് റൗണ്ട് ഷേപ്പും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് നമ്മുടെ അവിടെ പെറ്റൽസിൻ്റെ മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം, അതിൻ്റെ നടുഭാഗത്തായിട്ട്. അല്ലാണ്ട് ഒരു വൃത്തികേട് പോലെയല്ലേ. അതുകൊണ്ട് അതും കൂടെ ഒന്ന് ഫെവിക്കോൾ ആക്കിയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക.
അങ്ങനെ നമ്മുടെ ഒരു ഫ്ലവർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഞാൻ കുറേ ഫ്ലവേഴ്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം 3 ചെയ്തിട്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചതാണ് കേട്ടോ. ഇനി ഇതിന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം വൈറ്റ് കളർ എടുത്തിട്ട് ബേസ് കോട്ട് പോലെ എന്താ പറയുക ഒന്ന് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ പണി കിട്ടും. ഞാൻ പറഞ്ഞല്ലോ പ്രിൻ്റുള്ള ഒരു ഇതാണ്. പിന്നെ ഞാൻ ആ സ്കെച്ച് പെന്നിനെ കൊണ്ട് വരഞ്ഞതിൻ്റെ ആ ഒരു ബ്ലാക്ക് കാണുന്നുണ്ട്. പിന്നെ കുറേ ക്രയോണെ കൊണ്ടും പെന്നിനെ കൊണ്ടും എല്ലാം കുത്തി വരഞ്ഞൊരു ചട്ടയാണല്ലോ ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യം ഒരു വൈറ്റ് കളർ ബേസ് കോട്ട് കൊടുക്കാണ്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ മറ്റേ പെയിൻറ്റ് തീർന്നു പോകും. അതുകൊണ്ട് വൈറ്റ് കളർ ഫസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു കോട്ട് സാധാരണ നമ്മൾ ഏത് പെയിൻ്റാണോ കൊടുക്കുന്നത് അത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ആദ്യം ബേസ് കോട്ട് കൊടുക്കാം നമുക്ക് വൈറ്റ് കളർ യൂസ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾ നല്ല വൃത്തിയുള്ള പ്ലെയിൻ ആയിട്ടുള്ള ചട്ടയാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ഈ ഒരു മെത്തേഡ് നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഈ വൈറ്റ് കളർ കൊടുക്കുന്ന മെത്തേഡ് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഏതായാലും പെട്ടുപോയി. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് സൂക്ഷിച്ചിട്ട് ചെയ്യേ. അങ്ങനെ ഞാൻ എല്ലാ ഫ്ലവേഴ്സിനും വൈറ്റ് കളർ ബേസ് കോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ഒറിജിനൽ കളർ കൊടുക്കാം. നമ്മുടെ ഫ്ലവറിന് ഏത് കളറാണോ നമുക്ക് വേണ്ടത് അത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു കളറാണ്. ഇത് സ്പാർക്ലിംഗ് പേൾ കളറാണ് കേട്ടോ. ഡീപ്പ് റോസ് ആണ്. ഈ ഒരു കളർ യൂസ് ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് കളറും കൊടുക്കാം ഫ്ലവർ. അപ്പോൾ ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പം ആ ഒരു പെറ്റൽസിന് മാത്രം പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നടുക്കുള്ള ഒരു ഗ്യാപ്പ് അവിടെ തന്നെ ഒഴിച്ച് വിട്ടേക്കട്ടെ. നമുക്ക് വേറെ കളർ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഏതായാലും ഇത് കംപ്ലീറ്റ് ആക്കി എടുക്കാം. അങ്ങനെ ഞാൻ ഒരു ഫ്ലവറിന് പെയിൻറ്റ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ബാക്കിയുള്ള എല്ലാ ഫ്ലവേഴ്സിനും പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ബേസ് കോട്ട് കൊടുക്കണം എന്ന്. കൊടുക്കാണ്ട് നിന്നാൽ ഇതുപോലെ ആയിട്ടുണ്ടാവുക. ആ ഒരു ലൈൻസും കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കും. അപ്പോൾ ബേസ് കോട്ട് കൊടുക്കുക. പ്ലെയിൻ ആയിട്ടുള്ളതാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി അടുത്ത പരിപാടി നമുക്കതിൻ്റെ ഒരു നടുക്കുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അതിന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു കളർ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഒരു ഫ്ലവറിൻ്റെ ഒരു നടുഭാഗം ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ കുറേ ഫ്ലവേഴ്സ് പെയിൻ്റൊക്കെ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫ്ലവർ മാത്രം പോരാല്ലോ, നമുക്ക് കുറച്ച് ലീവ്സും കൂടെ ചെയ്തെടുക്കണം. അപ്പോൾ ലീഫ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ നോട്ട്ബുക്കിൻ്റെ ചട്ടേനെയാണ് എടുത്തിട്ടുള്ളത്. അതിന് ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് ഗ്രീൻ കളർ സാപ്പ് ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ട് നമുക്കതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കും കൂടെ ചെയ്യാം. അങ്ങനെ ഞാൻ കുറേ ലീവ്സും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലീഫും നമ്മുടെ ഫ്ലവേഴ്സും ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. നമ്മുടെ ആ ഒരു കേക്ക് ബോർഡില്ലേ അതിലേക്കെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ബോർഡ് ഞാൻ ഒന്നും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ഫ്ലവേഴ്സ് എല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഒട്ടിക്കുന്നതിന് മുന്നേ ആദ്യം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കണം. എന്നാൽ പിന്നെ എന്താ പറയുക തെറ്റിപ്പോന്നും ചെയ്യില്ല. ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പറിക്കേണ്ട ഒരു അവസ്ഥ വരാറല്ലോ. അതുകൊണ്ട് ഇതുപോലെ ആദ്യം വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്ലവേഴ്സ് എല്ലാം അതിന് ചുറ്റുമായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫ് ഒന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ ഓരോ ഫ്ലവറിൻ്റെ ഇടയിലായിട്ട് 2 ലീഫ് വരുന്ന രീതിയിലാണ് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നത്. അതും ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് തന്നെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ലീഫും ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഒരു ഫ്ലവേഴ്സിനെ ഒന്നും കൂടെ ഒന്ന് ഭംഗിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കുഞ്ഞ് പെയിൻറ്റിങ് ബ്രഷ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് വൈറ്റ് കളർ ആക്കിയിട്ട് ഒന്ന് കുഞ്ഞു ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു നമ്മൾ ബ്ലാക്ക് കളർ കൊടുത്തിട്ടില്ലേ അവിടെ ആയിട്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും ഫ്ലവേഴ്സ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്ക് എല്ലാ ഫ്ലവേഴ്സും ഇതുപോലെ തന്നെ ഫില്ല് ചെയ്തെടുക്കണം.
അങ്ങനെ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ആ ഒരു നടുവിലായിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കാം. വെൽക്കം എന്നോ അല്ലെങ്കിൽ ഹാപ്പി ഹോം എന്നോ സ്വീറ്റ് ഹോം എന്നോ ഹാപ്പി ഫാമിലി എന്നോ എന്ത് വേണമെങ്കിലും എഴുതി കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഏതായാലും ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഹോം സ്വീറ്റ് ഹോം എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഹോമിൻ്റെ ടോപ്പിലായിട്ട് ഒരു കുഞ്ഞു മേൽക്കൂര പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം കൂടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ ചെയ്താൽ മതിയേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ക്രാഫ്റ്റ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ വീടുകളിലും ഒന്ന് അലങ്കരിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം അല്ലേ. അപ്പോൾ കേക്ക് ബോർഡ് കയ്യിലില്ലാത്തവർ കാർഡ്ബോർഡ് എടുത്താൽ മതി. എന്നിട്ട് റൗണ്ടിൽ ഷേപ്പിൽ ഒന്നാക്കി എടുത്താൽ മതി. പിന്നെ നോട്ട്ബുക്കിൻ്റെ ഈ കവർ പേജ് എല്ലാവരുടെ അടുത്തും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും എല്ലാവരും ടേക്ക് കെയർ. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.